خمسة أطفي بها حر الوباء الحاطمة المصطفى والمرتضى وابناهما وفاطمة. സമാധാനീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ സാധുക്കളായ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മോട് കടപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെയും അവരുടെയും എല്ലാവിധത്തിലുള്ള മാനസിക, ശാരീരിക, സാമ്പത്തിക, വൈശാരിക പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അല്ലാഹു തആല നീക്കിത്തന്ന് സന്തോഷിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ പരേതാത്മാക്കൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ശാരീരിക രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന പലരുമുണ്ട്. കൂട്ടത്തിൽ കീമോതെറാപ്പിക്ക് വിധേയനായ ഒരു മാന്യ സഹോദരൻ നമ്മുടെ മഹലിൽ താമസിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും രോഗങ്ങളും അല്ലാഹു തആല എത്രയും പെട്ടെന്ന് തീർത്തു കൊടുത്ത് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ആഗമനം അറിയിച്ചുകൊണ്ട് വിശുദ്ധ ശഅബാൻ മാസത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. റജബ്, ശഅബാൻ, റമദാൻ. റജബ് കഴിഞ്ഞു. റജബ് മാസത്തിൽ ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മിഅ്റാജ്, ഇസ്റാ മിഅ്റാജ് എന്ന രണ്ട് മഹാസംഭവങ്ങൾ കൊണ്ട് ധന്യമായിരുന്നു. ശഅബാനിലേക്ക് കടന്നപ്പോൾ ശഅബാൻ മാസവും റമദാനിന് മുന്നോടിയായി സത്യവിശ്വാസികൾ റജബ് മാസത്ത് ചെയ്തു വെച്ചിരിക്കുന്ന നന്മകളെ പരിപോഷിപ്പിക്കാനും അത് ശക്തിപ്പെടുത്താനും അമലുകൾ വർദ്ധിപ്പിക്കാനുമുള്ള സന്ദർഭമാണ്. പ്രസിദ്ധ സ്വഹാബി ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പ്രസിദ്ധ സ്വഹാബി, ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമകനായ സയ്യിദ് എന്നവരുടെ മകനാണ് ഉസാമ. ഈ ഉസാമ റളിയല്ലാഹു അൻഹു തങ്ങളവരുകൾ ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ തിരുദൂതരെ, ലം അറക തസൂമു ശഹറൻ മിനശ് ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. തങ്ങളെ നാം കണ്ടിട്ടില്ല, ശഅബാൻ മാസത്തിൽ ഇത്രയധികം നോമ്പ് പിടിക്കുന്നതായിട്ട് തങ്ങളെ നാം കാണുന്നില്ലല്ലോ. അതെന്താണ് അതിന്റെ കാരണം? ചില ശഅബാനുകളിൽ 30 ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്രതാനുഷ്ഠാനം നിർവഹിച്ചു എന്ന ഹദീസിൽ കാണാം. തൽസമയം ജിജ്ഞാസയോടുകൂടി ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് മറുപടിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദാലിക ശഹ്റുൻ യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. ഉസാമ, അതൊരു വലിയ മാസമാണ്. ദാലിക ശഹ്ർ. നമ്മൾ സാധാരണ അങ്ങനെ പരിഗണിക്കാറില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുൻഗാമികളും സലഫു സ്വാലിഹീങ്ങളും ഒക്കെ വളരെ ഗൗരവത്തോടെ പ്രാധാന്യത്തോടെ കണ്ടുപോകുന്ന മാസമാണ് ശഅബാൻ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക ശഹ്റുൻ, അതൊരു മാസമാണ്. നമ്മൾ പറയില്ലേ, അവൻ ആളൊരു പുലിയാണ്. യഗ്ഫുലുൻ നാസ്, ജനങ്ങൾ അശ്രദ്ധമാകുന്ന മാസം. എപ്പോൾ? ബൈന റജബിൻ വ റമളാൻ, റമളാനിന്റെയും റജബിന്റെയും ഇടയിൽ. റജബ് മിഅ്റാജിന്റെ പേരിൽ ആളുകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് അറിയുമെങ്കിൽ പോലും റമളാനിനും പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ മധ്യത്തിൽ വരുന്ന ഈ മാസം ജനങ്ങൾ ഗഫലത്തിലാണ്, അശ്രദ്ധയിലാണ്. وهو شهر ترفع الأعمال إلى رب العالمين. രണ്ടാമത്തെ പ്രത്യേകത, وهو شهر, ഈ മാസം ترفع الأعمال, അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. إلى رب العالمين, ലോകരക്ഷിതാവായ അല്ലാഹു തആലയിലേക്ക് മനുഷ്യന്റെ കർമ്മങ്ങൾ, അവർ ചെയ്ത അമലുകള് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും അമൽ ഉയർത്തപ്പെടുന്നുണ്ട്. ഹദീസിൽ കാണാം, തിങ്കളാഴ്ചയുണ്ട്, വ്യാഴാഴ്ചയുണ്ട്. അപ്പൊ ആഴ്ചയിൽ ഉയർത്തപ്പെടുന്ന അമലുകളുണ്ട്, മാസത്തിൽ ഉയർത്തപ്പെടുന്ന അമലുകളുണ്ട്, വർഷത്തിലൊരിക്കൽ ഉയർത്തപ്പെടുന്ന അമലുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ അമല് ഉയർത്തപ്പെടുന്ന സമയത്ത് ഞാൻ ബദ്ധശ്രദ്ധനായി, ജാഗരൂകനായി, വളരെയേറെ ആ വിഷയത്തിൽ ശ്രദ്ധയുള്ളവനായ നിലയിൽ എന്റെ അമല് ആകാശത്തേക്ക് ഉയരാൻ, അല്ലാഹുവിലേക്ക് ഉയരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട് ഹദീസിൽ. ഒന്ന്, ജനങ്ങൾ ഗഫലത്താകുന്ന മാസം, അശ്രദ്ധ. മറ്റൊന്ന്, അമലുകൾ ഉയർത്തപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ജാഗ്രതയോടെ നിൽക്കുക. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമല് എന്ന് പറയുന്ന ഒരു സംഗതി, ഈ അമലാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത്. ഈ അമലില്ലാതെ വന്നാലുള്ള അപകടം വളരെ ഗൗരവമാണ്. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രതിഭാശാലികൾ നമ്മെ ഉണർത്തിക്കൊണ്ട് പറയുന്നത്, ഏ മനുഷ്യ, ലാ തകുൻ മിനൽ അഅ്മാലി മുഫ്ലിസ വലാ തകുൻ മിനൽ അഹ്വാലി ഖാലിയാ. ലാ തകുൻ മിനൽ അഅ്മാലി, അമലുകളുടെ കാര്യത്തിൽ നീ പാപ്പരനായി പോകാൻ പാടില്ല, മുഫ്ലിസാകാൻ പാടില്ല. വലാ തകുൻ മിനൽ അഹ്വാലി ഖാലിയാ, നിന്റെ അഹ്വാലിന്റെ കാര്യത്തിൽ നീ അശ്രദ്ധനാകാൻ പാടില്ല. അപ്പൊ സാധാരണ നമ്മൾ പറയുന്നത് മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ പരമദരിദ്രൻ, മുഫ്ലിസ് പാപ്പരൻ, തുലഞ്ഞവൻ, ഒന്നുമില്ലാത്ത ആള്. ഇത് അമലിൽ നിന്നുള്ള മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ തീരെ അമലില്ലാതെ ആഖിറത്തിൽ എത്തിപ്പോയാൽ നമ്മുടെ റെക്കോർഡുകളിൽ ഒന്നും കാണാനില്ല. അത്തരത്തിലുള്ള മുഫ്ലിസ് സാധാരണ നമ്മൾ പറയാറുള്ളത് സാമ്പത്തിക മേഖലയിൽ മുഫ്ലിസ് ആകരുത്, പാപ്പരനാകരുത്, പൈസ ഉണ്ടാക്കണമെന്ന. എന്നാൽ ആത്മീയമായ ചിന്തയും അമലുകളിലുള്ള ശ്രദ്ധയും കൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ അമൽ കൊണ്ട് ഉയരാൻ അവർക്ക് കഴിയണം. അപ്പോ ഈ നിലയ്ക്ക് അമലുകൾ ഇല്ലാതെ പോയാലോ വളരെ അപകടത്തിലേക്കാണ്. കുറെ അറിവ് നമുക്ക് നേടി എന്ന് പറഞ്ഞിട്ട് കാര്യം, ഇപ്പൊ എല്ലാവരും അറിവാളന്മാരാ, അറിവ് കുറഞ്ഞവരാരുമില്ല. എല്ലാവർക്കും എല്ലാം അറിയാമെന്നാണ് ധാരണ. വാസ്തവത്തിൽ സഹോദരങ്ങളെ, അമലില്ലാതെ കുറെ ഇൽമ ഒരാൾക്ക് ഉണ്ട്, എന്നാൽ എന്താ അതുകൊണ്ട് കാര്യം? ഒരു കാര്യമില്ല. നോക്കൂ നിങ്ങൾ, ഒരു യോദ്ധാവായ ഒരു മനുഷ്യൻ, നല്ല ധീരനാണ്, നല്ല ശുജാഇയാണ്, 18 ആയുധങ്ങൾ ധരിച്ച് ഏത് പോരാട്ടത്തിനും നേരിടാൻ കരുത്തുള്ള സായുധ സജ്ജനായ ഒരു പോരാളി. അയാൾ ഒരു മരുഭൂമിയിൽ എത്തിപ്പെട്ടു, ആരുമില്ലാത്തൊരു സ്ഥലത്ത്. ആ സമയത്ത് ഒരു സിംഹം അയാളുടെ മുന്നിലേക്കാണ് ചാടി വന്നു. പെട്ടെന്ന് ഇയാളുടെ കയ്യിൽ 18
പതിനെട്ട് ആയുധങ്ങളുണ്ട്. വാളുണ്ട്, പരിചയുണ്ട്, കുന്തമുണ്ട്, അമ്പും വില്ലും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പെട്ടെന്നൊരു സിംഹം അയാളുടെ മുന്നിലേക്ക് ചാടി വീണാൽ സ്തബ്ധനായി, നിർനിമേഷനായി അവിടെ നിൽക്കും. അങ്ങനെ അയാൾ വെറുതെ നിന്നാൽ എന്താ സംഭവിക്കാൻ പോവാ? ആ സിംഹം അയാളെ കീഴ്പ്പെടുത്തും, ആ സിംഹം അയാളെ ആക്രമിക്കും. പക്ഷെ അയാൾ പിന്നെ പറയാ, എൻ്റെ കയ്യിൽ വാളുണ്ട്, കുന്തമുണ്ട്, പരിചയുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് എന്ത് കാര്യമാണ്? വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ ഒരാൾക്ക് കഴിയാതെ വന്നാൽ അയാൾ നഷ്ടത്തിലാണ്, പരാജയത്തിലാണ്. ഞാൻ അവിടെ ഓടി, ഇവിടെ പഠിച്ചു, ഞാൻ അവിടെ ദർസ് എടുത്തി, എനിക്ക് അങ്ങനെയുണ്ട്, അവരെ ബന്ധമുണ്ട്, ഇതുകൊണ്ടൊന്നും മാത്രമായില്ലല്ലോ. പിന്നെ വേണ്ടത് എന്താണ്? പഠിച്ചു വെച്ച അമലുകൾ കൊണ്ട്, ഇൽമുകൾ കൊണ്ട് അതിനെ അമലാക്കി മറിക്കുമ്പോഴാണ് ആ അമല് കൊണ്ട് പ്രയോജനം ലഭിക്കുക. നോക്കൂ നിങ്ങൾ, മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തങ്ങൾ, മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് ഏതാണ്ട് ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചു പോയ മഹാനാൻ ജുനൈദുൽ ബഗ്ദാദിയുടെ പേര് തന്നെ സയ്യിദുൽ ത്വാഇഫ എന്നാണ്. ഈ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വലിയ ചരിത്രമുള്ള മഹാനാണ്. ഞാൻ ആ ചരിത്രത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. മഹാനവറുകളുടെ മരണശേഷം മഹാനവറുകളെ സ്വപ്നത്തിൽ കണ്ട ഒരാൾ മഹാനോട് ചോദിക്കുകയാണ്, മരണത്തിന്റെ ശേഷമാണ്. സ്വപ്നത്തിൽ ദർശനമുണ്ടായപ്പോൾ മഹാനായ ജുനൈദുൽ ബഗ്ദാദിയോട് ചോദിക്കുന്നു, കൈഫ ഹാലുക യാ അബാ സഈദ്. അബൂ സഈദ്, മൂപ്പർക്ക് അങ്ങനെ ഒരു പേരുണ്ട്, കുഞ്ഞിത്തലമു എന്ന് അതിന് പറയാം. കുഞ്ഞിത്തലമു എന്ന് പറഞ്ഞാൽ മാ സുദ്ദിറ ബി അബിൻ വ ഉമ്മിൻ, വാപ്പ ഉമ്മ എന്നത് കൊണ്ട് മുന്തിക്കപ്പെടുക. ഇപ്പൊ ഉദാഹരണത്തിന് ഹസൻ എന്ന പേരുള്ള ഒരാളുടെ മകന് ഹസനാണ് പേര്, അപ്പൊ വാപ്പാനെ അബുൽ ഹസൻ എന്ന് പറയും. ജമീലയാണെങ്കിൽ അബു ജമീല, ഉമ്മു ജമീല. ഇതാണ് മാ സുദ്ദിറ ബി അബിൻ വ ഉമ്മിൻ. അങ്ങനത്തെ ഒരു കുഞ്ഞത്ത് പേരുള്ള ആളാണ് ആര്? ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോടുള്ള ചോദ്യമാണ് മരണശേഷം, കൈഫ ഹാലുക യാ അബാ സഈദ്. അബൂ സഈദ്, എന്താ നിങ്ങളുടെ വർത്താനം? ഖബറിൽ കിടക്കുന്ന ആളോട്. മൂപ്പരുടെ മറുപടി, പൊന്നാര ഹബീബേ, ലൈസ ഫീ ഹാദാ ഇസ്മുൽ കുനാ. ഇത് കുഞ്ഞത്തിന്റെ ലോകമല്ല. ലഖബലമും കുഞ്ഞത്തലമും ഒക്കെ കൂട്ടി ബഹുമാനിച്ച് വിളിക്കേണ്ട സ്ഥലത്തല്ല ഞാനുള്ളത്. ഇപ്പൊ എന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ജുനൈദുൽ ബഗ്ദാദിയുടെ മറുപടി, ആ പത്രാസും ആ പേരും ആ പെരുമയും ഒക്കെ പോയി. നീ അതൊന്നും പറഞ്ഞിട്ട് ഫലമില്ല. അത്തരം പേരുകൾക്കോ അത്തരം മഹത്വങ്ങൾക്കോ സ്ഥാനങ്ങൾക്കോ യാതൊരുവിധ പ്രസക്തിയുമില്ലാത്ത ലോകത്താണ് ഞാനിപ്പോ ഇവിടെയുള്ളത്. എന്നിട്ട് മൂപ്പര് പറയുകയാണ്, നമുക്കൊരു പ്രയോജനവും ചെയ്തില്ല. വലിയ മഹാനാ. വലിയ മഹാൻ എന്ന് പറഞ്ഞാൽ മഹാന്റെ ചരിത്രം കേൾക്കുമ്പോൾ ആള് തിരിയൂ. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത്, ഈ ഖബറിൽ നമുക്ക് ഉപകാരപ്പെട്ടിട്ടില്ല ഇല്ലാ റുഖൈഅത്ത്, ചില്ലറ റക്അത്തുകൾ. റുഖൈഅത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ റക്അത്തിന്റെ തസ്ഗീറാണ് റുഖൈഅത്ത്, കൊച്ചു റക്അത്ത്, കുറഞ്ഞത്. എപ്പോഴാണ് ഈ റക്അത്ത് നിസ്കരിച്ചത്? റക്അനാഹാ ജൗഫൽ ലൈൽ, നിശയുടെ നിശബ്ദതയിൽ, പാതിരാവിന്റെ കൂരുരുട്ടിൽ, ലോകം കൂർക്കം വലിച്ചുറങ്ങുന്ന സമയത്ത് തന്റെ ഉറക്കറയിൽ നിന്ന് ആരും അറിയാതെ 2 റക്അത്ത് നിസ്കരിച്ച ആ കൊച്ചു കൊച്ചു നിസ്കാരങ്ങളാണ് എനിക്ക് ഈ ഖബറിൽ പ്രയോജനപ്പെട്ടതെന്ന് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തങ്ങള് ഈ സ്വപ്നം കണ്ട വ്യക്തിയെ അറിയിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, കഴിക്കുന്ന ഭക്ഷണം
കൊണ്ട് ശക്തി ലഭിക്കണം, ആരാധനയ്ക്കത് കൊണ്ട് കഴിവുണ്ടാകണം. നമ്മുടെ മക്കളോട് കഴിക്കുന്ന ആഹാരം വരെ, ആഹാരം എന്ന് പറഞ്ഞപ്പോ എന്തെല്ലാം ആഹാരങ്ങളാ വിപണിയിൽ സുലഭമായി. ഈ ആഹാരങ്ങളെല്ലാം കഴിക്കുന്ന മക്കളോട് നമ്മൾ ഉപദേശിക്കേണ്ട ഉപദേശം, നിങ്ങൾ കഴിക്കുന്ന ഈ ഫുഡ് കൊണ്ട് ഇബാദത്തിന് ശക്തി കിട്ടാനാണ് ഇത് കഴിക്കുന്നത്. അന്തിയായിട്ടും ചിക്കനായിട്ടും വറുത്തതായിട്ടും പല വിധത്തിലുള്ള ഭക്ഷ്യവിഭവങ്ങള് യഥേഷ്ടം മൃഷ്ടാന്ന ഭോജനം നടത്തുമ്പോൾ ആ തിന്നുന്ന ഭക്ഷണം തന്നെ എന്തിനാകണം? ആരാധനയ്ക്ക് അതുകൊണ്ട് കഴിവുണ്ടാകണം. മക്കളെ, ഇത് കഴിച്ചാൽ ഇബാദത്തിന് ശക്തി ലഭിക്കാനാണ് ഇത് കഴിക്കുന്നത്. ഇതാ നിയ്യത്ത്. ഈ നിയ്യത്തിലല്ലാതെ കഴിച്ചാൽ വെറുതെ തിന്ന് വേസ്റ്റായി പോവുക. എന്നിട്ടോ എന്നുള്ള തത്വം അവരെ നീ ധരിപ്പിക്കണം. തിന്നുന്നതും അത് കൊണ്ട് അമലായി മറിയണം. കഴിക്കുന്ന ആഹാരം അമലാക്കി എടുക്കണം. ഉറങ്ങുന്ന ഉറക്കം അമലാക്കി മാറ്റണം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അമലാക്കി മാറ്റാൻ കഴിയണം. എന്നിട്ട് മക്കളോട് പറയണം, ഈ ലോകവും അതിലുള്ള ആർഭാടങ്ങളും നശിക്കുന്നതും മരിക്കുന്നതാണ് ജലങ്ങളോ. ഈ ലോകം, ഇവിടെയുള്ള ആർഭാടം, ഇവിടെയുള്ള പത്രാസുകൾ, ഇവിടെയുള്ള പൊങ്ങച്ചങ്ങള്, ഇവിടെയുള്ള പേര് എല്ലാം നശിക്കും. ഇതെല്ലാം നശിക്കും. ഇതിന്റെയൊക്കെ വക്താക്കളായ മനുഷ്യരും മരിക്കും. എന്നിട്ടോ വസിക്കുന്ന ഭവനം ചൂണ്ടി അവരെ നീ കാട്ടണം. അതിൽ നിന്ന് മരണപ്പെട്ട പലരെയും എണ്ണണം. ഖബറിന്റെ ചോട്ടിലേക്ക് വാപ്പയുടെ വെല്ലുപ്പയുടെ ഖബറിന്റെ അരികിൽ വന്നിട്ട് പറയണം, മക്കളെ, ഈ കുത്തിനകത്ത് നിൽക്കുന്ന മീസാൻ കല്ലുകൾക്ക് നമ്മളോട് ചില കഥകൾ പറഞ്ഞു തരാനുണ്ട്. ഈ കാണുന്ന മീസാൻ കല്ലുകളൊക്കെ ഇവിടെ ജീവിച്ചു പോയ വലിയ വലിയ മഹത്വമുള്ള ആളുകളാണ്. അവരുടെയൊക്കെ അവസ്ഥ എന്താണ്? ചിന്തിച്ചു നോക്കുക മക്കളെ. അവരൊക്കെയും ഭരണം നടത്തി ഒഴിഞ്ഞതാണ്. ഇവരൊക്കെയും പല മേഖലകളില് വലിയ വലിയ ജഡ്ജിമാര്, സുപ്രീം കോടതിയുടെ ജഡ്ജിമാര്, രാഷ്ട്രത്തിന്റെ തലവന്മാര്, വലിയ വലിയ മന്ത്രിമാര്, VVIP പട്ടികയിലുള്ള ആളുകൾ, അവരെല്ലാം ഇന്ന് കിടക്കുന്ന രീതി നീ നോക്കൂ മക്കളെ. അവരുടെ അവസ്ഥ എന്താണ്? സൗഭാഗ്യവാന്മാരെന്ന് മുദ്ര പതിച്ചതാ. കാഴ്ചയ്ക്കു തന്നെ അവർക്ക് എന്ത് യോഗ്യതയുള്ളതാ. വലിയ വലിയ യോഗ്യന്മാരായ ആളുകൾ, സുന്ദരന്മാരായ ആളുകൾ, സുന്ദരിമാരായ ആളുകൾ. നമ്മൾ പറയുന്നത് എന്താ? വലിയ യോഗമുള്ള ആളാ, വലിയ ഭാഗ്യമുള്ള ആളാ, വലിയ 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 പുണ്യങ്ങൾ നേടിയ ആളാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണെന്ന് ആ മക്കളെ കാണിച്ചിട്ട് വരണം. അവരൊക്കെ ഇന്ന് കിടക്കുന്നത് എവിടെയാണ്? ഈ കാണുന്ന ശ്മശാനത്തിന്റെ കുഴിമാടത്തിൽ. വേറെ ഒരു സീറ്റും അവർക്കില്ല. എത്ര വലിയ വമ്പനാണെങ്കിലും കൊമ്പനാണെങ്കിലും സുബ്ഹാന റബ്ബി, ആ കിടത്തത്തിന്റെ അവസ്ഥ വന്ന് ആലോചിക്കണം. ഈ കിടത്തത്തിലാണ് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നത്, ചില്ലറ ചില്ലറ റക്അത്തുകൾ, കുറഞ്ഞ നിസ്കാരം, 8 കണക്കിനുണ്ട്, ചെയ്ത് കൂട്ട് തന്നെ. ആ കൂട്ടുന്നതിൽ കുറഞ്ഞ ഇഖ്ലാസുള്ള ചിലത്, അതാണ് ഇവിടെ കിട്ടിയത് എന്ന് പറഞ്ഞ ആ ജുനൈദ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ നേരത്ത്, മരിക്കാൻ സമയമായി, സക്രാത്തിന്റെ അടുക്കേക്ക് എത്തുകയാണ്. അപ്പം പറഞ്ഞ പണി എന്താ? ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ എടുത്ത് മറിച്ചു വെച്ച് ഓതി 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 ഖുൽ അഊദു ബിറബ്ബിന്നാസ് ഖത്തമത്തി. ഖത്തത്തിലേക്ക് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഖുർആൻ മടക്കി വെച്ചിട്ട് അടുത്ത പണിയിലേക്ക് തിരിയുമെന്ന് പ്രതീക്ഷിച്ചു നോക്കിയിരുന്ന ആളുകൾക്ക് പിന്നെ കാണാൻ കഴിഞ്ഞത് വീണ്ടും തുടങ്ങി ഫാത്തിഹ, സൂറത്തുൽ ബഖറ. അടുത്ത നാളെ വിളിച്ചു, അല്ല മൂപ്പര് ബഹുമാനപ്പെട്ടവരെ, അന്നിപ്പോ ഖത്തം പൂർത്തിയാക്കിയില്ലേ? ഒന്ന് ഓതി തീർത്ത്, എത്രയോ ഓതിയതിന്റെ ബാക്കിയാണ് തീർത്തത്. വീണ്ടും പുതിയത് ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഇനി വീണ്ടും പുതിയത് തുടങ്ങുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നത്, പൊന്നു ഹബീബേ, എന്റെ ഏടുകൾ ചുരുട്ടപ്പെടാൻ പോകുകയാണ്. എന്റെ റിക്കാർഡുകള്, എനിക്കുള്ള ഫയലുകള്, ഞാൻ ചെയ്ത അമലുകളും ഞാൻ ചെയ്ത നന്മകളും തിന്മകളും റിക്കാർഡാക്കപ്പെടുന്ന പുസ്തകം, അത് ചുരുട്ടപ്പെടാൻ പോകുകയാണ്. അതുകൊണ്ട് ആ ചുരുട്ടുന്നതിന്റെ മുമ്പ് എത്രയും പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മം ഞാൻ
ദുനിയാവിൽ വെച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി അൽ ബഖറയുടെ 70 ആയത്തും ഓതിയിട്ടാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. മനസ്സിലാക്കണം. 70 ആയത്ത് പിന്നെ ഓതി സൂറത്തുൽ ബഖറയിൽ നിന്ന്. അത് കഴിഞ്ഞ് മുസ്ഹഫ് മുടക്കി ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ മൂപ്പരൊപ്പാത്തായി. ഈ മഹാൻ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ രോഗങ്ങൾ കലശലായ രോഗങ്ങളായി ആന്തരികാവയവങ്ങൾ ഉരുകിപ്പോകാൻ തുടങ്ങി. നമുക്കൊന്നും മനസ്സിലാവൂല. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ആരുമില്ലാത്ത സ്ഥലത്ത് ഏകാന്തപതികനായി ഒറ്റപ്പെട്ട മേഖലയിൽ അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ മനുഷ്യൻ അവന്റെ കണ്ണിൽ നിന്ന് കർക്കിടമാസം തുലാമാസത്തിന്റെ ഇടിവെട്ട് പോലെ ഇടിവെട്ട് അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വാർന്ന് ഒലിച്ചു കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് നാളെ അർശിന്റെ തണലിൽ അള്ളാഹുവിനെ പേടിച്ചായിരിക്കണം. ആഖിറത്തിനെ പേടിച്ച് പടച്ചോന്റെ മുന്നിൽ ചെല്ലണ്ടേ. ഈ പേടിയോടുകൂടി കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. ഇതൊക്കെയാണ് സഹോദരങ്ങളെ മുൻഗാമികളുടെ ശീലം. റജബും ശഅബാനൊക്കെ വരുമ്പോൾ നമ്മളെല്ലാം കൂടി റമദാനിൽ വാങ്ങാന്ന് വെച്ചാൽ മാത്രമായില്ല. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൊണ്ട് തീർന്നു എന്ന് മനസ്സിലാക്കരുത്. ഒഴിവ് കിട്ടുന്ന വേളയിൽ പാതിരാ സമയത്ത് ഇനിയോ അതിന്റെ സമയങ്ങളാ. നിരവധി ഹദീസുകൾ മഹാന്മാരായ ആളുകൾ പ്രാവർത്തികമാക്കിയ നടപടിക്രമങ്ങൾ വളരെയേറെ ഗൗരവത്തോടുകൂടി. കഴിഞ്ഞ വർഷം ഈ സമയം കൊറോണയുടെ പേരിൽ ലോക്ക്ഡൗൺ, പള്ളികളൊക്കെ പൂട്ടി. പക്ഷെ പകരം വീടുകൾക്ക് ഓപ്പണായി. പലരും വീടുകൾ സജീവമാക്കിയിട്ടുണ്ട്, ശരിയാ. എന്നാലും പള്ളിയിൽ കിട്ടുന്ന കൂലി കിട്ടൂലല്ലോ വീട്ടിൽ. ഈ ഇരിക്കുന്ന ഇരുത്തം തന്നെ ഇഅ്തികാഫിന്റെ നെയ്യത്തോടു കൂടിയാണെങ്കിൽ ആ ഇഅ്തികാഫിന്റെ നെയ്യത്തിന് പറ്റുന്ന വിധത്തിൽ പള്ളിയായിട്ട് നിശ്ചയിക്കപ്പെടാത്ത മുസല്ലയെങ്കിലും നിശ്ചയിക്കപ്പെട്ടില്ലെങ്കിൽ ആ കൂലി കിട്ടില്ല. അത് പള്ളിയിൽ തന്നെ കിട്ടൂ. ജുമുഅ നിസ്കാരം അത് ജമാഅത്തായിട്ടേ നടക്കൂ. അതുകൊണ്ടത് 40 ആളുകൾ, നാട്ടിൽപ്പെട്ട 40 ആളുകൾ വന്ന് നിസ്കരിക്കുമ്പോഴേ ജുമുഅയാകുക. ജുമുഅ കിട്ടിയില്ലല്ലോ. പെരുന്നാൾ സാരമില്ല, സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിസ്കരിക്കാം. ജുമുഅക്കോ അത് ജമാഅത്തായിട്ടല്ലേ സംഭവിക്കൂ. ആ നിലയ്ക്ക് അനേകം പുണ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയെങ്കിൽ മഹാന്മാരായ ആളുകളുടെ ചിന്ത അള്ളാഹുവിനെ ഭയപ്പെട്ട് ജുനൈദ് റളിയല്ലാഹു അൻഹുവിന്റെ ബ്ലഡിൽ രക്തത്തിന്റെ അംശം വരാൻ തുടങ്ങി, പേടിച്ചിട്ട്. അപ്പൊ ക്ഷീണം ബാധിച്ചപ്പോ തന്റെ ശിഷ്യന്മാർ, ചരിത്രം പറയുന്നത് അദ്ദേഹത്തിന്റെ യൂറിൻ എടുത്തു എന്നാണ്. കിതാബിലും അങ്ങനെ ആദരിച്ചാ പറയണത്. ഖാറൂറത്തം മിനൽ മാഅ് എന്നാണ്, മൂത്രം എന്ന് പറയുന്നില്ല. അതത്ര ഒരു സാഹിത്യ പ്രയോഗമല്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് യൂറിൻ എടുത്തത് എങ്ങനെയാ? ഖാറൂറത്തം മിനൽ മാഅ്, വെള്ളത്തിൽ നിന്നുള്ള മൂത്രം എന്ന് പറയാതെ ഒരു കുപ്പി വെള്ളം എടുത്തു എന്നാ പറയണേ. എന്നിട്ട് ആരെ കാണിച്ചു? അതിവിദഗ്ധനായ ബിഷപ്പുരന്, ഒരു വൈദ്യനെ, രോഗമൊന്നറിയാൻ. ആ വൈദ്യനെ അന്നുള്ള ലാബറട്ടറി ഈ യൂറിനിലേക്ക് നോക്കുക. തന്റെ അകങ്കണ്ണുകൊണ്ട്, ഉൾക്കാഴ്ച കൊണ്ട് സ്കാൻ ചെയ്യാതെ, മറ്റുള്ള മിഷണറികളില്ലാതെ ഈ രോഗം എന്താണെന്ന് മനസ്സിലാവുക. കേട്ടില്ലേ? പഴയ കാലത്ത് നാടി പിടിച്ചു നോക്കിയിട്ട് രോഗം നിർണ്ണയിക്കുന്ന ആളുകൾ. അങ്ങനത്തെ എത്രയോ ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ മഹാന്റെ മുന്നിൽ കൊണ്ടുപോയി ഈ യൂറിന്റെ കുപ്പി കൊണ്ടുപോയി കണ്ണം കൊടുത്തപ്പോൾ അദ്ദേഹം ഇങ്ങനെ മേടിച്ച് സൂക്ഷ്മമായി നോക്കിയിട്ട് വൈദ്യം പറഞ്ഞു, ഈ ആളുടെ കാര്യം പോക്കാം. എന്താ? ഇദ്ദേഹത്തിന്റെ ആന്തരികാവയവങ്ങൾ പലതും ഉരുകി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കിഡ്നിയും സാധാരണ നമുക്കൊക്കെ പോകാറുണ്ടല്ലോ, അതൊക്കെ ഏതെങ്കിലും കാരണത്താലായിരിക്കും. ലിവർ സിറോസിസ്, മദ്യപാനികൾ, കിഡ്നി തകരാറ്, ഇങ്ങനെ പലവിധ രോഗങ്ങൾ ഇന്ന് ആന്തരികാവയവങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ മഹാനവറുകളുടെ ആന്തരികാവയവം നഷ്ടപ്പെട്ട് പുറത്തേക്ക് വരുമ്പോൾ വൈദ്യൻ പറയുന്നത് ഈ മനുഷ്യന്റെ ആന്തരികാവയവം പോകാനുള്ള കാരണം ഭയം കൊണ്ട്, പേടി കൊണ്ട്, അല്ലാഹുവിനെ ഭയപ്പെട്ടതിന്റെ
വൈദ്യം പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാൽ ഭയപ്പെട്ടു പോയ മനുഷ്യന്റെ അവയവങ്ങൾ കുറേശ്ശെ അലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാ. ജുനൈദ് പറഞ്ഞു, അവനാണ് വൈദ്യൻ. എന്തൊരു ഉൾക്കാഴ്ചയാണ് ആ വൈദ്യന്, എന്തൊരു അഹങ്കങ്ങളുള്ള വൈദ്യനാണെന്ന് മഹാനായ ജുനൈദ് റളിയല്ലാഹു അൻഹു ആ വൈദ്യനെ പ്രശംസിക്കുകയും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തെങ്കിൽ ജിന്നുകൾ പണിതു വച്ച കരിങ്കല്ലിൽ പണിതുണ്ടാക്കിയ ആ പള്ളിയുടെ മുകളിൽ മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി വഅദ് പറയുന്ന സദസ്സിൽ വഅദിന്റെ ഗാംഭീര്യം കേട്ട് ഖുർആനിന്റെ ഭയം, ഖുർആനിന്റെ ഗാംഭീര്യത്താൽ അവിടെ ഇരുന്ന കല്ലുകൾ ഉരുകി എന്ന ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ മനുഷ്യന്റെ മനസ്സുകളെക്കാൾ എത്രയോ മൃദുലമാണ് കരിങ്കല്ലുകൾ എന്ന് വന്നാൽ മനുഷ്യന്റെ കൽബിലേക്ക് എന്തു പറഞ്ഞാലും കയറാതെ, റജബ് വന്നാലും ശഅബാൻ വന്നാലും റമളാൻ വന്നാലും ചാത്തപ്പനെന്തും അക്ഷര എന്ന നിലപാടിലാണ് നമ്മുടെയൊക്കെ ജീവിത രീതിയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വലാ തകും മിനൽ അഅമാലി മുഫ്ലിസാ, അമലുകളുടെ കാര്യത്തിൽ നീ മുഫ്ലിസായി, പാപ്പനായി, ഒന്നുമില്ലാത്തവനായി, കൈ തൊലഞ്ഞവനായി പോകാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹു നമുക്ക് സമയം നിശ്ചയിച്ചിട്ടുണ്ട്, സീസൺ പറഞ്ഞു തന്നിട്ടുണ്ട്, അതിനുള്ള സന്ദർഭം ഒരുക്കി തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ നടപടിക്രമം വളരെ ശക്തമായി കണ്ടപ്പോഴല്ലേ ഉസാമ ചോദിച്ചത്, എന്താണ് അള്ളാഹുവിന്റെ റസൂലേ അങ്ങ് ഇങ്ങനെ ഇത്രമാത്രം? അപ്പോഴാണ് പറഞ്ഞത്, പടച്ചവനിലേക്ക് അമല്, ഒരു കൊല്ലം ചെയ്ത അമലിന്റെ മാറ്റിവെക്കപ്പെട്ട അമലുകളുണ്ട് നമ്മുടെയൊക്കെ പലതിന്റെ കാരണം കൊണ്ട്. ഗീബത്ത് പറഞ്ഞതിന്റെ, നമീമത്ത് പറഞ്ഞതിന്റെ, ഒളുവില്ലാത്തതിന്റെ പേരിൽ, പല ജാതി തെറ്റിന്റെ പേരിലും അമലുകൾ തടഞ്ഞവിടെ വെച്ചു. ആകാശത്തിന്റെ ഭൂമിയുടെ ഇടയിൽ മുന്നോട്ട് പോയിട്ടില്ല. ഇതൊന്ന് അദാലത്ത് വിളിക്കണം അല്ലാഹ്. എങ്ങനെയാ? കോടതി ചില കെട്ടിക്കിടക്കുന്ന കേസുകൾ ഏതെങ്കിലും ഒരു സമയത്ത് കോടതി വിളിച്ച് ചില മധ്യസ്ഥം പറഞ്ഞ് റെഡിയാക്കി കേസ് ഒത്തീർപ്പാക്കി വിടും. ഇതുപോലെ അള്ളാഹുവിന്റെ ഭരണ സംവിധാനത്തിൽ അള്ളാഹു വെച്ചിട്ടുണ്ട് കേടുപാടുകളൊക്കെ പരിഹരിച്ച്, പൊരുത്തപ്പെടിക്കാനുള്ളതൊക്കെ പൊരുത്തപ്പെടിച്ച്, തൗബ ചെയ്യാനുള്ളതൊക്കെ തൗബ ചെയ്ത് റെഡിയായി കഴിയുമ്പോൾ അള്ളാഹു തആല ആകാശത്തേക്ക് കയറ്റും, സ്വീകരണത്തിന്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും. ആ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളെ ഇലക്ഷൻ കഴിഞ്ഞ് ഈ വോട്ടെണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥി എന്തായിരിക്കും ശരി? എവിടെയും പോയി കപ്പയിറച്ചി നിന്ന് കിടന്ന് ഉറങ്ങുവാണോ? അല്ല, വോട്ടെണ്ണുന്ന കേന്ദ്രത്തിൽ തന്റെ പോളിംഗ് ശതമാനം എത്രയുണ്ട്, തനിക്ക് എത്ര വോട്ട് ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, എതിരാളികളെക്കാൾ തനിക്ക് വിജയം കിട്ടുമോ എന്ന് ആശങ്കയോടുകൂടി അയാൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക. ടിവിയുടെ മുന്നിൽ എല്ലാ സ്ഥാനാർത്ഥിയും എങ്ങനെയാ, അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പായാലും നിയമസഭയായാലും പാർലമെന്റ് ആണെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ ജാഗ്രത, തന്റെ ജയം എങ്ങനെയാണ്. ഈ ഒരു അവസ്ഥ അള്ളാഹുവിന്റെ റസൂല് ശഅബാനിൽ കാണിച്ചിരുന്നതായി പറയണത്. എന്താ ഇങ്ങനെ കാണിക്കാൻ കാരണം? അമൽ ഉയർത്തപ്പെടുകയാണ്. അമൽ ഉയർത്തപ്പെടുന്ന സമയത്ത് അശ്രദ്ധമായി എവിടെയെങ്കിലും പോയാൽ പറ്റില്ല. ആകയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു വളരെ ആദരിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ അത് പ്രഖ്യാപിച്ചിട്ടുള്ള ശഅബാൻ ജാഗ്രതയോടെ മുന്നോട്ട്. എങ്ങനെ ജാഗ്രത? ജമാഅത്ത് നിസ്കാരങ്ങൾ. ഏതെങ്കിലും ഒക്കത്തിന് എവിടെയെങ്കിലും പോയി കൂടിയിട്ട് കാര്യമില്ല. കഴിയുന്ന സമയത്ത് പരിശുദ്ധമായ ജമാഅത്ത് നിസ്കാരം, പ്രത്യേകിച്ച് മഗ്രിബ് ഇശാ. ഈ മഗ്രിബിൽ വന്നാൽ പോലും ചില ശാഖയില്ല. എന്താ ശാഖ പറയില്ലല്ലോ. പ്രത്യേകിച്ച് റമദാനിൽ മുഅ്മിനീങ്ങളെ മഗ്രിബിന്റെ ജമാഅത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സുബഹി ജമാഅത്ത്, മഗ്രിബിന്റെ ജമാഅത്ത്, ഇശാ ജമാഅത്ത്, ഈ ജമാഅത്തൊക്കെ പള്ളിയിൽ വന്ന് ആവുന്നത് പോലെ ആവുന്ന ആളുകൾ നിസ്കരിക്കുക. വേറെയും ഒരുപാട് അമലുകൾ വിശുദ്ധമായ ശഅബാനിൽ വിത്ത് നനയ്ക്കാനുള്ളതാണെന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. റജബിൽ വിത്ത് വിതയ്ക്കുക, ശഅബാനിൽ നനയ്ക്കുക. നനയ്ക്കുന്നത് എങ്ങനെ? അമലുകൾ വർദ്ധിതമായി ചെയ്യുക. കാരണം അമലില്ലാതെ പ്രിയപ്പെട്ടവരെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അതിന് അല്ലാഹു തആല ഈ ഉമ്മത്ത് റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകളായ നമുക്ക്
ചെറിയ പണി വലിയ കൂലിയാണ്. ചെറിയ പണി മതി, ഒരുപാട് വലിയ പണിയൊന്നും എടുക്കണ്ട. ഉള്ള കാര്യങ്ങൾ അതിന്റെ കൃത്യമായ രൂപത്തിൽ കുറച്ച് ആത്മാർത്ഥമായി ഇഖ്ലാസോടെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സമയം മുതലെടുത്ത് നമ്മളൊന്ന് അറിയണ്ടേ ഇങ്ങനെ ഷഹബാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കളിക്കാനുള്ള മാസ. പിന്നെ ഒരുങ്ങുന്നപ്പോഴാ റമളാൻ നിലാവ് കാണുമ്പോണ്ട് ഒരു വരവ് ആളുകൾക്കൊക്കെ തറാവീഹിന് പകുതി പള്ളി ആളായിരിക്കും തുടക്കത്തിൽ. പിന്നെ ലാസ്റ്റ് ആവുമ്പോ 2 സഫിലേക്ക് ചുരുങ്ങും. പിന്നെ 27-ാം രാവ്. ഈ നിലപാട് മാറിയിട്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കളി, തമാശ, വിനോദം എല്ലാം കുറച്ചൊന്നും പരിധി വരെ ഒന്ന് മാറ്റിവെക്കണം. കാരണം ഈ കാണുന്ന പള്ളിക്കാട്ടിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എത്രയെത്രയോ വമ്പന്മാരും കൊമ്പന്മാരും ഈ ലോകത്ത് കിടുകിടപറപ്പിച്ച കിങ്കോങ്ങും ദാരാസിംഗും ഉൾപ്പെടെയുള്ള ആളുകൾ, ഹിറ്റ്ലറും മുസോളിനിയും എല്ലാ ഫിറഔനും ഖാറൂനും നമ്രൂദുമെല്ലാം പോയി കിടക്കുന്ന ഭവനമാണ്. അതുകൊണ്ടാണ് ആ ഭവനം ചൂണ്ടിക്കാട്ടി മക്കളെയും ഇത് ശീലിപ്പിക്കണം. കാരണം എന്തുകൊണ്ടാ? ഈ കിടത്തം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും ഞാനും ഒക്കെ കിടക്കണം, കിടന്നേ പറ്റൂ. ആ സമയത്ത് ചിന്തിച്ചത് കൊണ്ട് ഫലമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശഅബാൻ ഇന്ന് 5. ഇനി അടുത്ത ഞായറാഴ്ച ബറാഅത്തിന്റെ രാവ്. വളരെ സംശയം, ചിലരൊക്കെ ആക്ഷേപം പറയും, കളിയാക്കും. അത് അടുത്ത വെള്ളിയാഴ്ച പറയാം, ബറാഅത്ത്. അപ്പൊ ലൈലത്തുൽ ബറാഅ, ശഅബാൻ മാസം മൊത്തത്തിൽ നമ്മളൊന്ന് വിലയിരുത്തി ഇതിന്റെ ഗൗരവവും ഗാംഭീര്യവും മനസ്സിലാക്കി അതിന്റെ തയ്യാറെടുപ്പോട് കൂടി വേണം നമ്മൾ. ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുവാണെങ്കിൽ, ഇന്ത്യൻ പ്രസിഡന്റ് വരിക, ഇനി അമേരിക്കൻ പ്രസിഡന്റ് വരിക, എന്തെല്ലാം സുസജ്ജമായ സംവിധാനങ്ങളാണ്. പഴുതടച്ച ജഡ് കാറ്റഗറിയിലുള്ള എല്ലാ സെക്യൂരിറ്റിയും. മാസങ്ങൾക്ക് മുമ്പ് തന്നെ പരിസര പ്രദേശങ്ങൾ മിലിറ്ററിയുടെ നിയന്ത്രണത്തിൽ, പോലീസ് പ്രൊട്ടക്ഷനിൽ, എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പഴുതടച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് രാജ്യത്ത് വന്നിറങ്ങുമ്പോ അതിനേക്കാൾ വലിയ അതിഥിയല്ലേ സയ്യിദു ശുഹൂർ, മാസങ്ങളുടെ നേതാവെന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വിശുദ്ധമായ വലിയ അതിഥിയാകുന്ന വിശുദ്ധ റമളാൻ വിരുന്നു വരികയാണ്. നമ്മളത് അറിയാതെ, കേൾക്കാതെ, ശ്രദ്ധിക്കാതെ പോയാൽ നമുക്ക് എന്ത് കിട്ടാനാ പ്രിയപ്പെട്ടവരെ? ആകയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സജീവമായ അമലുകൾ കൊണ്ട് പള്ളികളെ ഹയാത്താക്കി ജീവിപ്പിച്ച് ദുഹാ നിസ്കാരം ഉൾപ്പെടെയുള്ള പല അമലുകളും സൗകര്യം പോലെ നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിലേക്ക് അടുക്കാനും കഴിഞ്ഞു പോയ കാലത്തിന്റെ നഷ്ടം, കഴിഞ്ഞ കൊറോണ കാലത്ത് പള്ളികൾ, ഇബ്ലീസിന്റെ ഒരു കഥ ധാരണ തമാശയ്ക്ക് പറയാറുണ്ട്. ഇബ്ലീസ് വന്നിട്ട് പടച്ചവനോട് പറഞ്ഞു, പടച്ചവനെ, എന്റെ കാരണം കൊണ്ട് ഞാൻ ആ പള്ളിയെല്ലാം കഴിഞ്ഞ അടച്ചു പൂട്ടില്ലേ, കംപ്ലീറ്റ് അങ്ങ് പൊട്ടിച്ചില്ലേ, ഒരൊറ്റ പള്ളി തുറപ്പിച്ചില്ലല്ലോ. അപ്പോ അതിന് മറുപടി ഇബ്ലീസിനോട് പറഞ്ഞോളൂ, നീ പള്ളി തുറപ്പിച്ചില്ലെങ്കിൽ ജനങ്ങളെ വീട് പള്ളിയാക്കി 10,000-കണക്കിന് വീടുകളിൽ ജമാഅത്തും നിസ്കാരവും അതുപോലെ തറാവീഹും തഹജ്ജുദും എല്ലാം കൊണ്ട് നിർഭരമാക്കി, ഭക്തി നിർഭരമാക്കി എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും പള്ളി കഴിഞ്ഞ വർഷം പൂട്ടപ്പെട്ടതിന്റെ ക്ഷീണം മാറ്റാൻ ഈ വർഷം പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളികൾ ഈ നിയമം, പള്ളി കൂട്ടിയിട്ടാൽ ലംഘിക്കാൻ ആളിഷ്ടം പോലെ വരും. നിയമം ലംഘിക്കാൻ ആളുകൾക്ക് താല്പര്യം കൂടുതൽ, നിയമം പാലിക്കാൻ ഇഷ്ടമില്ല. ഇപ്പൊ ബുധനാഴ്ച പ്രൊഫഷണൽ കോളേജിൽ കുട്ടികൾക്ക് വലിയ ഇൻട്രസ്റ്റാ സ്കൂളിൽ പോയാൽ. എന്താ? അന്ന് യൂണിഫോം ഇടണ്ട. യൂണിഫോം ഇടണ്ട എന്ന് പറഞ്ഞാൽ ആ നിയമത്തെ മറികടക്കുക. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. പള്ളിയിലേക്ക് വരുന്ന പോലീസ് ബന്ദ് ചെയ്തിട്ട് പോയാൽ എന്താ, പള്ളിയിൽ പോയാ നിസ്കരിച്ചാണ്ട, അപ്പൊ പിന്നെ മുസല്ലായിട്ട് വരിക. അപ്പൊ പോലീസ് കണ്ടുപിടിച്ചാലോ ഒച്ചപ്പാടായി, ബഹളായി, അടിയായി, പിടിയായി. നിസ്കരിക്കാൻ വേണ്ടി മലക്ക തുറന്നിട്ടിരിക്കുക, വരി, അത് കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഇതിലെ വന്നിങ്ങനെയാണ് നടന്നു പോവുക. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. ഈ പ്രകൃതിക്ക് മാറ്റം വരുത്തി കഴിഞ്ഞ വർഷത്തെ നഷ്ടപ്രതാപം വീണ്ടെടുത്ത് സജീവമാക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, നമുക്ക് കഴിയണം. അല്ലാഹു അതിനുള്ള എല്ലാ നല്ല തൗഫീഖും നൽകി തരുമാറാകട്ടെ.